ഇതാണ് കോസ്റ്റോറിക്കയിൽ ഞാൻ പോയി കഴിച്ച ചിക്കൻ ചീസി എംപനാഡോ. ഇതാണ് എംപനാഡോ ഉണ്ടാക്കാൻ ഞാനിവിടെ കോണിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഈ കോൺ അത് കുറച്ചെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് അത് നല്ല ചൂടുവെള്ളമാണ്. ആ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇപ്പോൾ കുഴച്ച് വെച്ച് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കുവാണ്. ഇവിടെ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കുന്ന, ഒരുപാട് വലുതാകുമ്പോൾ പിന്നെ എണ്ണയിലിട്ട് വറക്കാനൊക്കെ വിഷമമായതുകൊണ്ട് അപ്പോൾ ഇത്രയുള്ളത് സ്വല്പം പൊടി തൂവി ഒന്നങ്ങ് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിങ്ങെടുക്കുന്നത്. ഞാൻ കുറച്ച് മാത്രം 5-8 മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് പരത്തി വെച്ചു. ബാക്കിയുള്ള മാവിന് അടച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് കുറച്ച് മൈദ കലക്കി ഇങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ചിക്കൻ, നമുക്ക് ആവശ്യമുള്ള ടേസ്റ്റിന് ആവശ്യമുള്ള മസാലകൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, ഇച്ചിരി ചിക്കൻ സ്റ്റോക്കിൻ്റെ പൊടി, അങ്ങനെയുള്ളതൊക്കെ ഇട്ട് അവരവരുടെ ടേസ്റ്റിന് അതൊന്ന് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കണതാണ്. പിന്നെ ഇതുപോലത്തെ മൊസറോള ചീസാണ് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്കിത് ഒന്നങ്ങ് ഫില്ല് ചെയ്യാം. ഇതിനകത്തേക്ക് പേസ്റ്റ് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഒന്ന് സൈഡിൽ കൂടെ തേച്ചാൽ മതി. ഞാനിത് ഫുള്ളായിട്ട് അങ്ങ് തേക്കാം, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇനി അതിനകത്തേക്ക് കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഈ ഫില്ലിങ് അവരുടെ ആവശ്യത്തിന് ഫില്ലിങ് ഇടുക. അതോടൊപ്പം നന്നായിട്ട് ചീസ് നല്ലപോലെ ഇടുക. എന്നിട്ട് ഇത് സൈഡൊന്നങ്ങ് നന്നായിട്ട് കൂട്ടി ഒട്ടിച്ച് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചാൽ മതി. ചൂടായ എണ്ണയിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി ഓവർ ഫില്ലാവാണ്ട് നമ്മൾ ഒട്ടിക്കണം. പിന്നെ പരത്തി ഒത്തിരി സമയം വെച്ചോണ്ടിരിക്കരുത്, അന്നേരം ചിലപ്പോൾ പൊട്ടുമൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി അപ്പം അങ്ങോട്ട് ഇതിനകത്തേക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ടാൽ മതി. ഇതുപോലെ 2 വശവും ഒരുമിച്ച് ഒരു ഗോൾഡൻ കളർ പോലെ വരുന്ന രീതിയിൽ വറുത്ത് കോരി എടുക്കാം.